ഒരു വലിയ കാട്ടിലെ ഒരു ആമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ആമയുടെ പേരാണ് മണിയൻ, മുയലിന്റെ പേര് മിത്തു. മണിയനാമ ഒരു സത്യസന്ധനും പാവവുമായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിശ്വസിക്കും. മിത്തു മുയലാണെങ്കിലേ ഭയങ്കര സൂത്രശാലിയായിരുന്നു. എല്ലാവരെയും പറ്റിക്കാനും തട്ടിക്കാനും ഒക്കെ അറിയാം. അങ്ങനെ ഇവര് രണ്ടും ഒരു ദിവസം കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് കാടിന്റെ നടുക്കായിട്ട് കുറച്ച് ക്യാരറ്റ് കിടപ്പുണ്ട്. ഇത് കണ്ടപ്പോ മിത്തുമോയലിനെ ഭയങ്കര സന്തോഷമായി. മിത്തുമോയൽ ഇത് പെട്ടെന്ന് ചാടിയെടുത്തു. അപ്പൊ മണിയനാമ ചോദിച്ചു, മിത്തു എനിക്കും വേണം അതിലൊരു പകുതി. മിത്തുവിന് അത് കേട്ടപ്പോ ദേഷ്യം വന്നു. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോണ് മിത്തുവിനൊരു ബുദ്ധി തോന്നി. ബുദ്ധി എന്താന്ന് വെച്ചാല് മിത്തു മണിയനാമയോട് പറഞ്ഞു, മണിയ, നമുക്കൊരു ഓട്ട മത്സരം വെക്കാം. കാടിന്റെ അങ്ങേയറ്റം വരെ ഓടി ആദ്യം എത്തുന്ന ആൾക്ക് ഈ ക്യാരറ്റ് മൊത്തം സമ്മാനം. മണിയന് മനസ്സിലായി തന്നെ ഒഴിവാക്കാനുള്ള മിത്തുവിന്റെ പദ്ധതിയാണമ്മ. എന്നിരുന്നാലും മണിയനാമ അതിൽ നിന്ന് പിന്മാറിയില്ല. മത്സരത്തിന് തയ്യാറെടുത്തു. അങ്ങനെ ഓട്ട മത്സരം തുടങ്ങാനായിട്ട് കാട്ടിലെ ട്രാക്കിലേക്ക് എത്തി. സിംഹം വിസിലടിച്ചപ്പോ തന്നെ മുയൽ പറ വളർന്നു. അസ്ത്രമിട്ട ഓട്ടം. മണിയനാമ ഞാൻ തന്നെ ജയിക്കുമെന്ന് വിചാരിച്ച് ആത്മവിശ്വാസത്തോടെ കാടും മലയും പുഴയും ഒക്കെ കടന്നു നടന്നു. ഓടി ഓടി വന്നപ്പോഴാണ് മിത്തുവിന്റെ മനസ്സിൽ ഒരു തോന്നൽ, ഈ മണിയനാമ എഴിഞ്ഞതിന് എപ്പോ എത്താനാ, ഞാൻ തന്നെ ജയിക്കും. എന്തായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് പോവാം. അങ്ങനെ മിത്തു അവിടെ ഒരു മരത്തിന് താഴെയായിട്ട് കിടന്നുറങ്ങാൻ തുടങ്ങി. മണിയൻ അങ്ങനെ പ്രകൃതിയോട് സംസാരിച്ച് പതിയെ പതിയെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ധാർമ്മതാണമേ മിത്തുമൊയിൽ ഉറങ്ങുന്നതിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും മണിയന്റെ ഒരു ആത്മവിശ്വാസം വന്നു. എന്തായാലും വിജയി ഞാനായിരിക്കും. മണിയൻ നടന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ നിന്നവരൊക്കെ മണിയനെ കണ്ട് അന്തിച്ചു പോയി. കാരണം എന്താന്ന് വെച്ചാല് എല്ലാവരും വിചാരിച്ചത് മിത്തുമൊയലായിരിക്കും ആദ്യം ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുക എന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായി. ഫിനിഷിംഗ് ലൈനിൽ നിന്ന എല്ലാ മൃഗങ്ങളും ആർപ്പ് വിളിക്കാൻ തുടങ്ങി. മണിയനാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മിത്തുമൊയലെ ഉറക്കത്തിൽ നയിച്ചു. ഉറക്കത്തിൽ നയിച്ചപ്പോഴാണ് മിത്തുവിന് മനസ്സിലായത് സമയം കുറെ ആയല്ലോ എന്ന്. അങ്ങനെ മിത്തു പെട്ടെന്ന് ചാടി വളരെ വേഗത്തിലെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടി. ഫിനിഷിംഗ് ലൈനിൽ എത്താറായപ്പോഴത്തേക്കും ഫിനിഷിംഗ് ലൈനിലെ കാഴ്ച കണ്ട് മിത്തു ഞെട്ടിപ്പോയി. അവിടെ വിജയിയായിട്ട് നിൽക്കുന്നത് മണിയനാമയായിരുന്നു. മിത്തുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. മണിയൻ മിത്തുവിനോട് പറഞ്ഞു, മിത്തു വേഗം മാത്രം പോരല്ലോ, തുടർച്ചയാണ് വിജയത്തിലേക്കുള്ള സത്യമായ വഴിയെന്ന്. മിത്തു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, മണി
നീ എന്നെ ശരിക്കും പഠിപ്പിച്ചു. ഇനി ഞാൻ ഒരിക്കലും മടി കാണിക്കില്ല. അങ്ങനെ മണിയനും മിട്ടുവും പഴയതിനേക്കാളും വലിയ കൂട്ടുകാരായിട്ട് കാട്ടിൽ കഴിഞ്ഞു.